മുസ്ലിം ലീഗ് വലിയ വിജയം സ്വപ്നം കണ്ടു തുടങ്ങി. എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതിന് പിന്നാലെ 20 മുതൽ 22 സീറ്റിൽ വരെ ലീഗ് വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ ഒരു ഉപമുഖ്യമന്ത്രി പദവിയും 4 മന്ത്രിസ്ഥാനങ്ങളുമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇതിനെല്ലാം അപ്പുറം ആര് മുഖ്യമന്ത്രിയാകണം എന്നത് സംബന്ധിച്ച് തങ്ങളുടെ വാക്കുകൾ കൂടി കേൾക്കണമെന്ന് ലീഗ് പറയുന്നുണ്ട്. ലീഗിനെ സംബന്ധിച്ച് VD സതീശനോട് മാത്രമാണ് പ്രതിബദ്ധത. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച VD സതീശൻ ലീഗുമായി ഏറെ അടുത്ത് നിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ ലീഗിൽ നിന്ന് എതിർപ്പുണ്ടാകാമെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എന്തായാലും എക്സിറ്റ് പോളുകൾ വന്നതിന് പിന്നാലെ UDF ക്യാമ്പിൽ സർക്കാർ രൂപീകരണ ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് പരസ്യമാക്കി മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി ആരാകുമെന്നത് സംബന്ധിച്ച് കോൺഗ്രസിൽ നേരത്തെ തന്നെ ചർച്ചകൾ തുടങ്ങിയിരുന്നു. മെയ് 4-ന് വോട്ടെണ്ണൽ നടക്കാനിരിക്കെ UDFന് ഭരണം ലഭിക്കും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ മുഴുവനായും അടിവരയിടുന്നത്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശന് തന്നെ പിന്തുണ നൽകുന്നുണ്ട് മുസ്ലിം ലീഗ്. ജനവികാരം പരിഗണിച്ചാകും UDF തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നും മുസ്ലിം ലീഗ് അധ്യക്ഷൻ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. സർവേകളിൽ കണ്ടത് ജനങ്ങളുടെ അഭിപ്രായമാണ്. മന്ത്രിസഭ ഉണ്ടാക്കുന്ന കാര്യത്തിലടക്കം ജനങ്ങളുടെ വികാരം പരിഗണിച്ചാകും UDF മുന്നോട്ട് പോകുക എന്നും ലീഗ് അധ്യക്ഷൻ പറയുന്നുണ്ട്. എക്സിറ്റ് പോളിൽ UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പിന്തുണ കിട്ടിയിരിക്കുന്നത് VD സതീശനാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളുടെ അഭിപ്രായം പരിഗണിച്ചു വേണം മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള തീരുമാനം വരേണ്ടത് എന്ന മുസ്ലിം ലീഗ് അധ്യക്ഷന്റെ പ്രതികരണം വരുന്നത് എന്നത് കാണേണ്ട കാര്യമാണ്. എക്സിറ്റ് പോളുകൾ കോൺഗ്രസിന്റെ നേതാവായി മറ്റാരെയും ഉയർത്തി കാട്ടിയിട്ടില്ല എന്നതും വാസ്തവമാണ്. UDFൽ നേതാക്കളുടെ രാജിക്കാര്യത്തിലടക്കം മുസ്ലിം ലീഗിന്റെ നിലപാട് വളരെ നിർണായകമായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനവികാരം എന്ന പേരിൽ ലീഗ് VD സതീശന് നൽകുന്ന ഈ പരോക്ഷ പിന്തുണ UDFന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിലുള്ള തീരുമാനത്തിൽ നിർണായകമാകുമെന്ന് ഉറപ്പാണ്. ഇതോടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് അവകാശവാദം ഉന്നയിക്കുന്ന മറ്റ് നേതാക്കന്മാർക്ക് ഈ തീരുമാനം നിരാശയുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അതേസമയം വിഷയത്തിൽ രാഹുൽ ഗാന്ധി ലീഗ് നേതാക്കളുമായി സംസാരിക്കാനുള്ള സാധ്യതകളാണ് മറുവിഭാഗം തേടുന്നത്. മുസ്ലിം ലീഗ് കടുംപിടുത്തം നടത്തിയാൽ കോൺഗ്രസിന്റെ ഡിമാൻഡ് നടത്തണമെങ്കിൽ അതിന് രാഹുലിന്റെ ഇടപെടൽ തന്നെയാണ് അവസാന മരുന്ന് എന്നതും വാസ്തവമാണ്. മുഖ്യമന്ത്രി ആരാകണം എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണ ലീഗിനുണ്ടെന്ന് നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. ഉചിതമായ സമയത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെയും സംസ്ഥാന നേതൃത്വത്തെയും ഇക്കാര്യം അറിയിക്കും എന്ന നിലപാടിലാണ് ലീഗ് അന്ന് കൈക്കൊണ്ടത്. അതിൽ തന്നെ നിലവിൽ ലീഗ് ഉറച്ചു നിൽക്കുന്നുണ്ട്. അതേസമയം രമേശ് ചെന്നിത്തലയുമായി ദീർഘകാലമായുള്ള ബന്ധമാണ് മുസ്ലിം ലീഗിനുള്ളത്. KC വേണുഗോപാലുമായും ലീഗിന് പ്രത്യേകം പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 6 മാസം മുൻപ് വരെ VD സതീശനോ രമേശ് ചെന്നിത്തലയോ മുഖ്യമന്ത്രിയാകട്ടെ എന്ന മൃദു സമീപനമാണ് ലീഗ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് പിന്നാലെ VD സതീശൻ എന്ന പേരിലേക്ക് എത്തുകയായിരുന്നു മുസ്ലിം ലീഗ്. നേരത്തെ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് നീക്കിയപ്പോൾ കാര്യമായ എതിർപ്പ് ലീഗിൽ നിന്നുണ്ടായിരുന്നു. 5 വർഷം മുൻപ് ഒരു ദയയുമില്ലാതെയാണ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവിന്റെ പദവിയിൽ നിന്ന് ഹൈക്കമാൻഡ് പുറത്താക്കിയത്. ഉമ്മൻചാണ്ടി അടക്കം പ്രമുഖരെല്ലാവരും അന്ന് ചെന്നിത്തലയ്ക്കൊപ്പമായിരുന്നു നിന്നത്. പിണറായി സർക്കാരിനെ പുറത്താക്കാനായില്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഉജ്ജ്വലമായ പ്രകടനമാണ് ചെന്നിത്തല നടത്തിയതെന്നും പിണറായി മുഖ്യമന്ത്രിയായി തുടരുന്ന പോലെ പ്രതിപക്ഷ നേതാവായി ചെന്നിത്തല തുടരണമെന്നുമായിരുന്നു പൊതുവെ കേരളത്തിലെ കോൺഗ്രസ് വികാരം. പക്ഷേ ഹൈക്കമാൻഡ് VD സതീശന്റെ ഒപ്പമായിരുന്നു നിന്നത്. ഹൈക്കമാൻഡിന്റെ ഇംഗിതം അറിഞ്ഞതോടെ കോൺഗ്രസ് MLA മാർ രായ്ക്ക് രാമാനം ചെന്നിത്തലയുടെ ക്യാമ്പിൽ നിന്നും ഇറങ്ങി നടന്നതിനും കേരളം സാക്ഷ്യം വഹിച്ചതാണ്.